ശുചിമുറിയിൽ മൊബൈൽ ക്യാമറ, യുവാവിനെ പിടികൂടി സ്ത്രീകൾ. തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് ശുചിമുറിയിൽ മൊബൈൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചയാൾ പിടിയിലായത്. കഴക്കൂട്ടം സ്വദേശി ബിനുവിനെയാണ് വീട്ടിലെ സ്ത്രീകൾ ചേർന്ന് പിടികൂടിയത്. ഇക്കഴിഞ്ഞ 14-ാം തീയതി രാത്രി പെൺകുട്ടി കുളിക്കുന്നതിനിടയിൽ ജനാലയിലൂടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് സംഭവം. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് വാരിയലിന് പരിക്കേൽക്കുകയും ചെയ്തു. ഇയാൾക്ക് പ്രതിയെ കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി ദൃശ്യങ്ങൾ പകർത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് ശബ്ദം കേട്ട് മുകളിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരു നിഴല് പോലെ ഞാൻ കാണുകയും വിളിച്ചു പോവുകയാണ്. ഇയാൾ എന്റെ മണ്ടയിൽ നിന്നെടുത്ത് ചാടുകയും എന്റെ ചേട്ടൻ വെളിയിൽ നിന്ന് എന്റെ ചേട്ടൻ ഓടിപ്പോയി അയാളെ പിടികൂടി അയാളെ കെട്ടിയിട്ട് പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ ഞങ്ങളുടെ ഈ വാഷ്റൂമിന്റെ കേജ് അയാൾ വലിച്ചു പൊട്ടിക്കുകയും അതിന്റെ ഇടയിൽ കൂടെ നോക്കിയിട്ടുണ്ടായി. 14-ാം തീയതി ഏകദേശം രാത്രി 11:30 സമയത്ത് ഞാൻ കുളിക്കാൻ കയറിയിരുന്നു. അപ്പം കുളിക്കാൻ കയറിയിട്ട് ഡ്രസ്സ് ഇടുന്ന സമയത്താണെങ്കിൽ ഞാൻ ഒരു നിഴല് കണ്ടിരുന്നു. ആ ഒരു എയർ ഹോളിന്റെ ഒരു ഭാഗത്താണ് നിഴലുണ്ടായിരുന്നു. ഞാൻ അപ്പൊ പൂച്ചയെന്ന് വെച്ചിട്ട് അത് ഇഗ്നോർ ആക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുളിച്ചു കഴിയാൻ നേരത്ത് മുകളിലേക്ക് ശബ്ദം കേട്ട് മുകളിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരു നിഴല് പോലെ ഞാൻ കാണുകയും ആക്ച്വലി ഞാൻ കണ്ടത് ഫോണായിരുന്നു. ഫോൺ ഞാൻ കണ്ട ഉടനെ വിളിച്ചു പോവുകയാണ്. ഇയാൾ എന്റെ മണ്ടയിൽ നിന്നെടുത്ത് ചാടുകയും എന്റെ ചേട്ടൻ വെളിയിൽ നിന്ന് എന്റെ ചേട്ടൻ ഓടിപ്പോയി അയാളെ പിടികൂടി അയാളെ കെട്ടിയിട്ട് പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അയാൾ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ ഞങ്ങൾ വെളിയിൽ ഇറങ്ങി പരിശോധിക്കുമ്പോഴാണ് കാണുന്നത് ഈ ഞങ്ങളുടെ ഈ വാഷ്റൂമിന്റെ കേജ്, ഈ കൊതുക് അടിക്കാൻ വെച്ചിട്ടുള്ള കേജും പിന്നെ കിച്ചന്റെ ബാക്കിലുള്ള ആ വിൻഡോയുടെ അവിടെ ഒരു കേജ് പോലെ അടിച്ചിട്ടുണ്ട്. ആ കേജ് അയാൾ വലിച്ചു പൊട്ടിക്കുകയും അതിന്റെ ഇടയിൽ കൂടെ നോക്കിയിട്ടുണ്ട്. അതിന്റെ CCTV ഫുട്ടേജ് ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ റൂമിന്റെ അവിടെ അടിച്ചേക്കുന്ന എയർ ഹോളിൽ അടിച്ചേക്കുന്ന കൊതുക് കയറാതിരിക്കാനുള്ള ഒരു സംഭവം അതും വലിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. അരുൺ സോളമനുണ്ട്. അരുൺ, അപ്പോൾ ഈ പെൺകുട്ടി 14 വയസ്സ് മാത്രമുള്ള ഈ പെൺകുട്ടിയുടെ മൊബൈൽ ക്യാമറ ദൃശ്യങ്ങളാണ് ഇയാൾ ഒളിഞ്ഞിരുന്ന് പകർത്താൻ ശ്രമിച്ചത്. അതോടൊപ്പം ആ CCTV ദൃശ്യങ്ങൾ വ്യക്തമായ തെളിവാണ്. ഇയാൾക്കെതിരെ ഇയാൾ എന്താണ് ചെയ്തത് എന്നുള്ളതെല്ലാം ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. പോലീസിന്റെ കയ്യിലാണിപ്പോൾ ഈ പ്രതി ഉള്ളത്, കസ്റ്റഡിയിലാണുള്ളത്. എന്ത് നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും? പോലീസ് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? ഷിഗാസ്, ഈ കേസ് നടക്കുന്നത് കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടത്ത് വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഈ കുടുംബത്തിനാണ് ഈ ദുരനുഭവം ഉണ്ടായത്. ഈ രാത്രി കഴിഞ്ഞ 14-ാം തീയതി രാത്രി 12:30യോടുകൂടിയാണ് ഈ സംഭവം ഈ വീട്ടുകാർ അറിയുന്നത്. അന്നേ ദിവസം ഈ പെൺകുട്ടി കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജനലിൽ ചെറിയ ശബ്ദങ്ങൾ കേൾക്കുന്നു. ആദ്യം ഈ പെൺകുട്ടി കരുതിയത് പൂച്ചയോ മറ്റോ എന്തോ ആണെന്നുള്ളത്. പിന്നീട് സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് ആ ജനലിൽ ഒരു മൊബൈൽ ഇരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയത്. പെൺകുട്ടി പേടിച്ച് നിലവിളിക്കുകയായിരുന്നു. ഈ ശബ്ദം കേട്ട് ഈ പ്രതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. പക്ഷേ ഈ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ മതിൽ ചാടിക്കടക്കുന്നതിനിടയിൽ ഈ പ്രതി നിലത്ത് വീണ് പ്രതിയുടെ വാരിയലിന് പൊട്ടലേൽക്കുകയായിരുന്നു. പിന്നീട് വീട്ടുകാർ തന്നെ ഈ പ്രതിയെ പിടികൂടി കഴക്കൂട്ടം പോലീസിനെ അറിയിച്ച് കഴക്കൂട്ടം പോലീസ് സംഭവ സ്ഥലത്ത് അന്നേ ദിവസം രാത്രി തന്നെ എത്തുകയും പ്രതിയെ പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. കാരണം ഈ വീഴ്ചയിൽ പ്രതിയുടെ നട്ടലിനും വാരിയലിനും പൊട്ടൽ സംഭവിച്ചു എന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം വീട്ടുകാർ പരിശോധിക്കുമ്പോഴാണ് ഈ ജനൽ മാത്രമല്ല, ഈ ശുചിമുറിയുടെ ഈ ജനൽ മാത്രമല്ല, മറ്റ് വീടിന്റെ എയർ ഹോളുകൾ അതുപോലെ തന്നെ മറ്റ് ജനാലകളിലൊക്കെ ഉള്ള ഈ കമ്പികളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഈ പ്രതി പലപ്പോഴായിട്ട് ഈ വീട് കേന്ദ്രീകരിച്ച് മൊബൈൽ ദൃശ്യങ്ങൾ പകർത്താനായിട്ട് സ്ഥിരമായി വരുന്ന ആളാണെന്ന് വീട്ടുകാർക്ക് മനസ്സിലായി. കാരണം ചില ദിവസങ്ങളിലൊക്കെ ഈ പ്രതി വന്നു പോകുന്നതായിട്ട് വീട്ടുകാർക്ക് സംശയമുണ്ടായിരുന്നു. ആരോ വന്നു പോകുന്നതായ ഒരു സംശയം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവം ഇപ്പോൾ സ്ഥിരീകരിച്ചത് ഇക്കഴിഞ്ഞ ഈ 14-ാം തീയതി രാത്രിയോടുകൂടിയാണ്. എന്തായാലും വളരെ ഞെട്ടലോടുകൂടിയാണ് ആ കുടുംബം കഴിയുന്നത്. കാരണം വാടക വീട്ടിൽ താമസിച്ചു വരുമ്പോഴാണ് ഈ സംഭവം എന്തായാലും അറിഞ്ഞത്. എന്തായാലും ആ കുട്ടിയുടെ പ്രതികരണം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വളരെയധികം പേടിച്ചു നിലവിളിക്കുകയായിരുന്നു. എന്തായാലും കഴക്കൂട്ടം പോലീസ് വളരെ സമയോചിതമായിട്ട് ഈ സംഭവം വീട്ടുകാർ അറിയിച്ചപ്പോൾ തന്നെ ആ സംഭവ സ്ഥലത്തെത്തുകയും പ്രതിയെ കൈയോടുകൂടി പിടികൂടാനും സാധിച്ചു. നിലവിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ പ്രതി ഈ വീട് കേന്ദ്രീകരിച്ച് ഈ മൊബൈൽ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട് എന്നുള്ളതും വീട്ടുകാർക്ക് ബോധ്യപ്പെട്ടു. കാരണം ഈ പ്രതി വീട്ടിൽ വന്ന് ഈ മൊബൈൽ ദൃശ്യങ്ങൾ പകർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങളും ഇപ്പോൾ ഈ വീട്ടുകാർക്കും അതുപോലെ തന്നെ പോലീസിനും ലഭിച്ചു എന്നുള്ളത്. എന്തായാലും പ്രതിക്കെതിരെ ഇപ്പോൾ കഴക്കൂട്ടം പോലീസ് കേസെടുത്ത് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഈ പ്രതി ഇപ്പോൾ ഈ വാരിയലിൽ പൊട്ടിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഷിഗാസ്. ശരി, അരുൺ സോളമനാണ് ഈ വാർത്തയുടെ